ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ടെൻസർ ചില ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസിൽ കൂടെ അതിൻ്റെ കോൺസെപ്റ്റ് കുറെ കൂടെ വ്യക്തമാക്കാറുണ്ട്. ടെൻസറിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമുക്കറിയാം ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും അതുപയോഗിച്ച് നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്നും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ജനറലൈസ്ഡ് ഫോം ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ വരുന്ന അതിന് യോജിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഏതാണോ അത് നേരിട്ട് ലഗ്രാഞ്ചസ് ഇക്വേഷനിലോട്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ സ്ഥാനത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് എളുപ്പഞ്ഞ് കിട്ടും. അപ്പം അതിനുവേണ്ടി വേറെ പ്രത്യേകം ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഏതാണ്ട് ഇതുപോലെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ സങ്കല്പം പോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എല്ലാം ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. അതാണ് ടെൻസർ എന്ന് പറയുന്നത്. വ്യത്യസ്ത റാങ്കിലുള്ള ടെൻസറാണ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളും ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഫിസിക്സിലെ ലോസ്, നിയമങ്ങൾ, അത് നമ്മൾ സാധാരണ ഇക്വേഷൻസിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുക. കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യം വരും. വ്യത്യസ്ത കോർഡിനേറ്റ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച നടത്തേണ്ടി വരും. അതിനെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയാം. കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻസ് നടത്തുമ്പോൾ ഈ ഫിസിക്കൽ ഇക്വേഷൻസിൻ്റെ ഒരു ജനറൽ ഫോം ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമാണ്. ഈ ലഗ്രാഞ്ചസ് ഇക്വേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ഈ ടെൻസർ ക്വാണ്ടിറ്റീസ് നമ്മൾ ചില പാർഷ്യൽ ഡിഫറൻഷ്യൽസ് ഉപയോഗിച്ച്, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് ചില ട്രാൻസ്ഫോർമേഷൻസ് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത കോർഡിനേറ്റ്സ് മ്യൂച്വലായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചർച്ചകൾ ഫിസിക്സിലെ ലോസൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് അത് കൂടുതൽ വ്യക്തമാകുന്നത് നമ്മളിനി ആപ്ലിക്കേഷൻസൊക്കെ ചർച്ച ചെയ്താൽ പോവുകയാണ്. അതിൻ്റെ കൂടെ ഇത് ചർച്ച ചെയ്തു പോകും. അപ്പോൾ ആദ്യം നമ്മൾ ജനറൽ തിയറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലും ടെൻസറുമായിട്ടുള്ള ഒരു ബന്ധം, ടെൻസർ അനാലിസിസ് സ്പെഷ്യൽ തിയറിയിൽ അപ്ലൈ ചെയ്തിട്ട് അത് നമുക്ക് ഉപകരിക്കും ജനറൽ തിയറിയിലോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിലാണ് കടക്കുക. അതിൻ്റെ കൂടെ ടെൻസറിൻ്റെ മറ്റ് ഫീൽഡിലുള്ള ആപ്ലിക്കേഷൻസും ചർച്ച ചെയ്യും. എന്നിട്ട് നമ്മൾ ജനറൽ തിയറിയിലോട്ട് കടക്കും. ഐൻസ്റ്റൈൻസ് 4 ഡയമെൻഷണൽ സ്പേസിലെ ഒരു സ്പേസ് ടൈം ഇൻ്റർവൽ DS, അതിൻ്റെ നമുക്ക് പരിചയം നേരത്തെ കണ്ടിട്ടുള്ള DS² = C²dt² - dx² - dy² - dz². ഐൻസ്റ്റൈൻസ് നൊട്ടേഷൻ അനുസരിച്ച് നമ്മൾ എക്സിന് x1 എന്ന് കൊടുക്കുന്നു, y കോർഡിനേറ്റ് x2 എന്ന് കൊടുക്കുന്നു, z x3, CT ടൈം കോർഡിനേറ്റ് x4. അപ്പോൾ ഇത് തന്നെ DS² = dx4² - dx1² - dx2² - dx3² എന്ന് കിട്ടില്ല. ഇക്വേഷൻ നമ്പർ 1. ഇനി ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ ടൈമും സ്പേസും സെപ്പറേറ്റ് എൻറ്റൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ടൈം ഇൻ്റർവൽ, സ്പേസ് ഇൻ്റർവൽ ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ റിലേറ്റിവിറ്റിയിൽ
സ്പേസും ടൈമും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവിടെ സ്പേസ് ടൈം ഇൻ്റർവൽ എന്നാണല്ലോ പറയുക. ഈ ഡി എസ് എന്നുള്ളത് സി ഡി ടോ എന്ന് കൊടുക്കും. ഈ ഡി എസ് എന്ന് പറയുന്ന ഒരു ഇൻവേരിയൻ്റ് ആണ്, സ്കെയിലാർ ഇൻവേരിയൻ്റ് ആണ്. അപ്പോൾ അതിന് സി ഡി ടോ അക്കോർഡിംഗ് ടു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ ഡി എസ് ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തിലും അത് ഒരേ വാല്യൂ ആണ്. അപ്പോൾ സി ഡി ടോ എന്ന് കൊടുക്കുന്നു. ഈ ഡി ടോയ്ക്ക് പറയുന്ന പേര് ഇൻ്റർവൽ ഓഫ് പ്രോപ്പർ ടൈമാണ്. that is associated with the frame sharing the frame sharing motion. അതായത് ഒരു പാർട്ടിക്കിൾ, മൂവിങ് പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടൈം ഇൻ്റർവൽ, അതിന് നമ്മൾ പ്രോപ്പർ ടൈം എന്ന് പറയും. അപ്പോൾ മൂവിങ് പാർട്ടിക്കിളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഫ്രെയിം എന്ന് പറയുമ്പോൾ ഈ ഫ്രെയിമിനെ സംബന്ധിച്ച് അത് അറ്റ് ഫസ്റ്റിലാണ്. ഡി ടി എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന ടൈം ഇൻ്റർവലാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ള ഭാഷയെ റിലേറ്റിവിസ്റ്റിക് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ റിലേറ്റിവിറ്റി പ്രൂവ് ചെയ്യില്ല. ടൈം ഡയലേഷനകത്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ഡി ടി ഈക്വൽസ് പ്രോപ്പർ ടൈം ഡി ടോ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ, വേർ യു ഈസ് ദി പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ കൂടെ മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ നിന്നുകൊണ്ട് മെഷർ ചെയ്യുന്ന ടൈം ഇൻ്റർവല്ല ഡി ടോ. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ഫ്രെയിം. അപ്പോൾ ഇനി മൊമെൻറ്റം, ഇത് ഇക്വേഷൻ 2 എന്നിരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ momentum of a particle of mass m0 p alpha, നമുക്കറിയാം 4 വെക്ടർ ടെൻസർ ഉപയോഗിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു 4 ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ ഡയമെൻഷനാലിറ്റി 4 ആണ്. വെക്ടർ എന്ന് പറയുമ്പോൾ ടെൻസർ ഓഫ് റാങ്ക് 1 ആണ്. എങ്കിൽ നമ്പർ ഓഫ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷനാലിറ്റി റേസ്ഡ് ടു റാങ്ക് എന്ന് പറഞ്ഞാൽ 4 raised to 1 4. അപ്പോൾ 4 കമ്പോണൻസ് ഈ 4 ഡയമെൻഷണൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട മൊമെൻറ്റം വെക്ടറിനുണ്ടാവണം. അപ്പോൾ പി ആൽഫ, വേർ ആൽഫ ഈക്വൽസ് 1 2 3 4. പി ആൽഫ ഡിഫൈൻ ചെയ്തത് m0 ഇൻറ്റു ഡി എക്സ് ആൽഫ ബൈ ഡി എസ്. ഇവിടെ ഇപ്പോൾ നേരിട്ട് ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ എടുക്കുമ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എസ് ആ ഡി എക്സ് ആൽഫ ബൈ ഡി എസ്. കാരണം ഈ സ്പേസും ടൈമും ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. ഇനി സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ആസ് മെഷേർഡ് ബൈ ദി ലബോറട്ടറി ഫ്രെയിം ഓർ സ്റ്റേഷനറി ഫ്രെയിം, യു സ്ക്വയർ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സ്റ്റേഷനറി ഫ്രെയിമിൽ നിന്നുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ, അപ്പോൾ ടൈം ഫാക്ടർ ടി ആ വരണ്ടേ. യു സ്ക്വയർ ഈക്വൽ നമുക്കറിയാം വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ പുതിയ നൊട്ടേഷൻ അനുസരിച്ച് ഡി എക്സ് 1 ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി എക്സ് 2 ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി എക്സ് 3 ബൈ ഡി ടി സ്ക്വയർ, ഫ്രം വിച്ച് dx1 square plus dx2 square plus dx3 square equals u square into dt square. ഇപ്പോൾ ഇക്വേഷൻ 1 ഇതാണല്ലോ. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇപ്പോൾ ടി എസ് സ്ക്വയർ ഈക്വൽസ് സി സ്ക്വയർ ഡി ടി സ്ക്വയർ അല്ലെ ഡി എക്സ് 4 സ്ക്വയർ സി സ്ക്വയർ ഡി ടി സ്ക്വയർ മൈനസ് ബാക്കി വരുന്നത് യു സ്ക്വയർ ഡി ടി സ്ക്വയർ, u square dt square, or this is c square minus u square into dt square, from which ds equals square root of c square minus u square into dt. ഇപ്പോൾ മൂവിങ് ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ട സമയം നമ്മൾ ലബോറട്ടറി സ്റ്റേഷനറി ഫ്രെയിമിൽ നിന്നുകൊണ്ട് മെഷർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഡി ടി വന്നേ. എങ്കിൽ മൊമെൻറ്റം ഇക്വേഷൻ 3 ബിക്കംസ് പി ആൽഫ ഈക്വൽസ് m0 ഇൻറ്റു ഡി എക്സ് ആൽഫ ബൈ ഡി എസിന് പകരം ഇപ്പോൾ ഇത്
square root of c square minus u square into dt. Or this is m0 by c root of c square minus u square into dx alpha by dt. ഇവിടുന്ന് ഒരു സി സ്ക്വയർ അങ്ങ് പുറത്തെടുക്കുക. അപ്പോൾ 1/c ഇൻറ്റു m0 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആൽഫ ബൈ ഡി ടി. ഇതാണ് ടെൻസർ അനാലിസിസിൽ ടെൻസർ ഉപയോഗിച്ചുള്ള ടെൻസർ മൊമെൻറ്റം സാറ്റിസ്ഫൈയിങ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. ഇതിന് 4 കമ്പോണൻസ് ഉണ്ട്: P1, P2, P3, P4. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ P4 എടുത്തു കഴിയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ സി ഡി ടിയാണ്, സി ടിയാണ്. അപ്പോൾ ഡി എക്സ് ആൽഫ ബൈ ഡി ടി, ഡി എക്സ് x4 എന്ന് പറഞ്ഞാൽ സി ടി. അപ്പോൾ അവിടെ സി ഇഞ്ഞ് പുറത്തെടുക്കാം. അപ്പോൾ 1/c ഇൻറ്റു m0 ബൈ ഇവിടെ സി പുറത്ത് കഴിഞ്ഞാൽ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു ഡി x4 ബൈ ഡി ടി. x4 എന്ന് പറഞ്ഞാൽ സി ടിയാണ്, സി പുറത്തെടുക്കും, പോയിട്ട് ഡി ടി ബൈ ഡി ടി, ദറ്റ് ഈസ് 1. അപ്പോൾ 1/c ഇൻറ്റു m0 ബൈ ഇൻറ്റു സി, ഓർ ദിസ് ഈസ് m0 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സി സ്ക്വയർ യു സ്ക്വയർ ബൈ സി സ്ക്വയർ. വി കോൾ ഇറ്റ് ആസ് എം. ഇത് നമ്മുടെ സാധാരണ റിലേറ്റിവിസ്റ്റിക് മാസിന് കിട്ടുന്ന എക്സ്പ്രഷൻ. അപ്പോൾ ഫോർത്ത് കമ്പോണൻറ്റ് ഓഫ് ദി മൊമെൻറ്റം വി കോൾ ഇറ്റ് ആസ് ദി റിലേറ്റിവിസ്റ്റിക് മാസ്. ഇനി മിങ്കോവിസ്കി, ഇതുപോലെ നമുക്ക് P1, P2, P3 ഒക്കെ ഈ x1, x2, x3, x4 ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് P1ഉം P2ഉം P3 ഒക്കെ കിട്ടും. ഇനി മിങ്കോവിസ്കി ഫോഴ്സ് അത് ഡിഫൈൻ ചെയ്യുന്ന എഫ് ആൽഫ ഈക്വൽസ് സി സ്ക്വയർ ഇൻറ്റു ഡി പി ആൽഫ ബൈ ഡി എസ്. ഡി പി ബൈ ഡി ടിക്ക് സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്സ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ടെൻസർ മെത്തേഡിൽ അത് ഡി പി ആൽഫ ബൈ ഡി എസ് എന്ന് വരും. ഈക്വൽസ് സി സ്ക്വയർ ഇൻറ്റു ഡി എസ് ഡി ബൈ ഡി എസ് ഓഫ് പി ആൽഫ. നമ്മുടെ ബേസിക് ഡെഫിനിഷൻ കൊടുക്കുക m0 ഇൻറ്റു ഡി എക്സ് ആൽഫ ബൈ ഡി എസ്. ദറ്റ് ഈസ് സി സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എസ് എന്ന് പറയുന്നത് സി ഡി ടോ ഇൻറ്റു ഓഫ് m0 ഇൻറ്റു ഡി എക്സ് ആൽഫ ബൈ സി ഡി ടോ. ഉണ്ടല്ലോ. ദറ്റ് ഈസ് ഇവിടെ ഒരു സി സ്ക്വയർ ഡിനോമിനേറ്റർ വരും, അത് സി സ്ക്വയർ ക്യാൻസൽ ചെയ്യും, പോയിട്ട് എഫ് ആൽഫ ഈക്വൽസ് ഡി ബൈ ഡി ടോ. ടോ ഇസ് ദി പ്രോപ്പർ ടൈം ഓഫ് m0 ഡി എക്സ് ആൽഫ ബൈ ഡി ടോ. ഇക്വേഷൻ 2 അനുസരിച്ച് ഡി ടി ഈക്വൽസ് ഡി ടോ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ, ഓർ ഡി ടോ ഈക്വൽസ് ഡി ടി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ബൈ എഫ് ആൽഫ ഈക്വൽസ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് m0 ബൈ റൂട്ട് ഓഫ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആൽഫ ബൈ ഡി ടി. ഓർ this is nothing but m. So f alpha equals 1 by root of 1 minus u square by z square into d by dt of m dx alpha by dt. ഇതാണ് മിങ്കോവിസ്കി ഫോഴ്സിനുള്ള ജനറൽ എക്സ്പ്രഷൻ. ഇത് ന്യൂട്രോണിയൻ ഫോഴ്സുമായിട്ടുള്ള വ്യത്യാസം ഈ ഫാക്ടർ കയറി വരുന്നു എന്നുള്ള. ബാക്കി ന്യൂട്രോണിയൻ മെക്കാനിക്സ് പോലെ ന്യൂട്രോണിയൻ ഫോർമുല പോലെയാണ്. അപ്പോൾ മിങ്കോവിസ്കി ഫോഴ്സ് ഡിഫേഴ്സ് ഫ്രം ന്യൂട്രോണിയൻ ഫോഴ്സ് by the factor 1 by square root of 1 minus u square by c square. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ഇനിയിപ്പോൾ മെട്രിക് ടെൻസർ ഒക്കെ ആയിട്ട് അതിൻ്റെ ചർച്ച അങ്ങോട്ട് പോകണം, സ്പെഷ്യൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് വേണം നമുക്ക് ജനറൽ തിയറിയിലോട്ട് ഇത് ലിങ്ക് ചെയ്യാൻ. അത് അടുത്ത പോസ്റ്റിങ്സിൽ വരും. താങ്ക്